BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Today is my day. Pollywoodil Silks, Kottayam, Thrissur, Thodupuzha, Kollam. K. Purushothaman and Sons, Golden Jewelry, Telephone Exchange Junction, Thodupuzha. Parayanjalil Jewelers, Jyoti Bazaar, Thodupuzha. Phone 222401. Desire, Kalarika Bazaar, near Private Bus Stand, Thodupuzha. Spendex Industries Designer Tiles near Kaniyamuri Bridge, Kanjiramattam, Thodupuzha. Mangalat Opticals, Pulimutil Plaza, Pala Road, Thodupuzha. Royal, the complete family shopping near Private Bus Stand, Thodupuzha. കഴിഞ്ഞ കാറ്റിനും മഴയ്ക്കും മൊത്തം നഷ്ടമായി വീട്. അത് നന്നാക്കാൻ വേണ്ടിയാ ഞാൻ ഈസി ലോൺ എടുത്തത്. എത്ര പെട്ടെന്ന് ലോൺ കിട്ടിയെന്നറിയാമോ? ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമുട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. KG's Jewelry, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. Malabar Golden Diamonds. Celebrate the beauty of life. ആരേ ഗായത്രി? ഗായത്രി തൊടുപുഴയില. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, Thodupuzha. വിവിധ നിലകളിലായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുവാനുള്ള ഫ്ലവേഴ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, നിലവിളക്കുകൾ തുടങ്ങിയവയുടെ ആകർഷകമായ ശേഖരം. പട്ടരുമടം സ്റ്റീൽ ഹൌസിന്റെ പുതിയ സംരംഭം പട്ടരുമടം ബി മാർട്ട്, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. നിങ്ങളുടെ മനസ്സിനനുയോജ്യമായ ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കാവുന്ന അപൂർവം ഫർണിച്ചർ കടകളിലൊന്നാണ് റോയൽ ഫർണിച്ചർ മടക്കത്താനം. ഫോൺ 9544772025 9747929290. ഷീ സ്റ്റൈൽ, ദ കംപ്ലീറ്റ് ലേഡീസ് ഫാഷൻ ബ്ലോക്ക്. ഫോൺ 04862228751. ഗുരുനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, പടിഞ്ഞാറേക്കോടിക്കുളം, തൊടുപുഴ. ഫോൺ 9947177344. മികച്ച വിളവിനും അധിക ലാഭത്തിനും മൾട്ടി റൂട്ട് ജാതികൾ കൃഷി ചെയ്യുക. ചെറുകുന്നിൽ നഴ്സറി, KCB സബ്സ്റ്റേഷൻ സമീപം, NH റോഡ്, ചാറ്റുപാറ, അടിമാലി. വളർന്നു വരട്ടെ ഒരു മൾട്ടി റൂട്ട് സംസ്കാരം. മഹാറാണി ടെക്സ്റ്റൈൽസ് ഹൈപ്പർ മാർക്കറ്റ്, ഫുഡ് വെയർസ് ആൻഡ് ബാഗ്സ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, IMA റോഡ്, തൊടുപുഴ. ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് മുൻനിരയിൽ നിൽക്കുന്ന വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. കഴിവുറ്റ അധ്യാപകർ, അത്യാധുനിക ഇൻഫ്രാസ്ട്രക്ചർ, മികവേറിയ പ്ലേസ്മെന്റ്സ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗം എന്നിവയാണ് ഞങ്ങളുടെ സവിശേഷതകൾ. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലയാള മനോരമ നല്ലപാടും ഇടുക്കി ജില്ലാതല പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. PT തോമസ് MLA പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വിമല പബ്ലിക് സ്കൂളിൽ പുതിയതായി പണി കഴിപ്പിച്ച ഫ്ലൈ ഓവറിന്റെയും നവീകരിച്ച പാർക്കിന്റെയും ഉദ്ഘാടനം 17-ാം തീയതി തിങ്കളാഴ്ച 11 മണിക്ക് PJ ജോസഫ് MLA നിർവഹിക്കും. കട്ടിക്കയം വെള്ളച്ചാട്ടത്തിൽ 2 ചേർത്തല സ്വദേശികൾ മുങ്ങി മരിച്ചു. ചേർത്തല കൊക്കോതമംഗലം സ്വദേശികളായ റോജിൻ ജോബി, ശ്യാം അശോക് എന്നിവരാണ് കയത്തിൽ മുങ്ങി മരിച്ചത്. വണ്ടമറ്റം സെന്റ് ജോർജ് പള്ളിയിൽ ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന്റെ 100-ാം വാർഷികവും തിരുസ്വരൂപ വണക്കത്തിന്റെയും ഒരുക്കമായി പ്രത്യേക ഒരുക്ക ശുശ്രൂഷ നടന്നു. ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെയും മാസ്റ്റർ അൽഫിദ് ഖാദറിന് സെൽമിദി ആൻസർ പ്രോഗ്രാമിൽ ലഭിച്ച സമ്മാന തുകയും ഉപയോഗിച്ച് ഇടവെട്ടി തൊണ്ടിക്കുഴ സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച വാച്ചിംഗ് ഹാൾ തൊടുപുഴ DYSP NN പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. Today is my day. Pollywoodil Silks, Kottayam, Thrissur, Thodupuzha. വാർത്തകൾ വിശദമായി.
മലയാള മനോരമ നല്ലപാടും ഇടുക്കി ജില്ലാതല പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പി.ടി. തോമസ് MLA സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഭൂമിയും ഈ ചുറ്റുപാടുകളും ഈ അന്തരീക്ഷവും ശുദ്ധവായും ശുദ്ധജലവും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനുള്ളൂ എന്ന വലിയൊരു സങ്കല്പം അല്ലെങ്കിൽ വലിയൊരു യാഥാർത്ഥ്യം ഈ നല്ല പാഠങ്ങളോട് മലയാള മനോരമ സമ്മാനിക്കുകയാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പശ്ചിമഘട്ട സംരക്ഷണം പോലുള്ള ജാഗ്രത റിപ്പോർട്ട് പോലുള്ള കാര്യങ്ങൾ ഈ കുട്ടികൾ വളർത്തുന്ന കാലഘട്ടത്തിലെങ്കിലും ഫലപ്രദമായി നടപ്പാക്കാൻ മുന്നിൽ വരും. കാരണം ഒട്ടേറെ തെറ്റിദ്ധാരണകളായ കൃഷിക്കാരും അവരെ ആഴ്ത്തി ഓടി ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അങ്ങനെയുള്ള മേഖലകളിൽ കുരുമുളക് കൃഷി ചെയ്താൽ മറ്റെല്ലാ സ്ഥലത്തും കിട്ടുന്നതിന്റെ 3 ഇരട്ടി വില കിട്ടുമായിരുന്നു. എല്ലാ കാർഷികോൽപ്പന്നങ്ങൾക്കും കിട്ടുമായിരുന്നു. പക്ഷേ കള്ളത്തരമാണ് സത്യം യോഗയാത്ര കിടക്കുന്നതിന് മുമ്പ് അസത്യം 3-4 തവണ യോഗയാത്ര പൂർത്തിയാക്കിയിരിക്കുമെന്ന് പറഞ്ഞതുപോലെ പശ്ചിമഘട്ട സംരക്ഷണത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത്. ഈ കുട്ടികൾ നാളത്തെ ഇടുക്കിയുടെ പാരിസ്ഥിതിക ആഘാതത്തിൽ തടഞ്ഞുനിർത്താൻ കെൽപ്പുള്ള ഹിമാലയ പർവ്വതങ്ങളായി വളരട്ടെ. നഗരസഭാ കൗൺസിലർ സുമമോൾ സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ മാനേജർ ഫാദർ ജിയോ തടികാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപകൻ ജെയ്സൺ ജോർജ്, PM ദേവസ്യാച്ചൻ, PTA പ്രസിഡന്റ് പ്രിൻസ് അഗസ്റ്റിൻ, MPTA പ്രസിഡന്റ് ലുതിമോൾ ജയമോഹൻ, മലയാള മനോരമ ചീഫ് സബ് എഡിറ്റർ സുൽഫിക്കർ, ഇടുക്കി ജില്ലാ ലേഖകൻ SV രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. ഒന്നാം സമ്മാനമായി 25,000 രൂപ തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിനും, രണ്ടാം സമ്മാനമായ 15,000 രൂപ ഈസ്റ്റേൺ ന്യൂട്ടൺ സ്കൂളിനും, മൂന്നാം സമ്മാനമായി 10,000 രൂപ കാളിയൽ സെന്റ് മേരീസ് LP സ്കൂളിനും ലഭിച്ചു. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തന കാലത്തെ ഓർമ്മകൾ അയവിറക്കാൻ P.T. തോമസ് MLA തൊടുപുഴ കുട്ടപ്പാസ് ഹോട്ടലിലെത്തി. ഹോട്ടലുടമ കുട്ടപ്പൻ ചേട്ടൻ കാണിച്ച സ്നേഹവും സഹായവും P.T. അനുസ്മരിച്ചു. തൊടുപുഴക്കാരുടെ സ്വന്തം ഹോട്ടലാണ് വിദ്യാഭ്യാസ സമുച്ചയത്തിന് സമീപം പ്രവർത്തിക്കുന്ന കുട്ടപ്പാസ് ഹോട്ടൽ. വർഷങ്ങളായി ഭക്ഷണം കഴിക്കുന്നു എന്നതിനപ്പുറം ഭൂരിഭാഗം ആളുകൾക്കും ഹോട്ടലുമായി പ്രത്യേകം അടുപ്പമുണ്ട് എന്നതാണ് പ്രത്യേകത. ആദ്യകാലത്ത് ബോർഡ് പോലുമില്ലാതെ പ്രവർത്തിച്ചിരുന്ന ഹോട്ടൽ പിന്നീട് ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യമായി വന്നപ്പോഴാണ് ബോർഡ് സ്ഥാപിച്ചത്. തൊടുപുഴയിലെ വ്യാഴാഴ്ചത്തെ ചില പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു P.T. തോമസ്. ഓർമ്മകൾ പുതുക്കുന്നതിന് പ്രഭാത ഭക്ഷണം കുട്ടപ്പാസിൽ നിന്ന് തന്നെ കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് P.T. തോമസ് പറഞ്ഞു. 75 കാലഘട്ടത്തിൽ പഠിക്കാൻ വന്ന കാലം മുതൽ ഞാൻ സ്ഥിരമായി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന കടയാണ് കുട്ടപ്പാസ് ഹോട്ടൽ എന്നറിയപ്പെടുന്ന ഈ കട. ഇന്നത് പറയുമ്പോൾ ഈ ഹോട്ടലിൻ്റെ നാമധാരിയായ കുട്ടപ്പൻ ചേട്ടൻ നമ്മയെല്ലാം വിട്ടുപിടിക്കുകയാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്നൊരു ദുഃഖം ഞാൻ ഓർക്കുന്നു. എൻ്റെ എല്ലാ രാഷ്ട്രീയ വളർച്ചയ്ക്കും ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ ഈ ഹോട്ടൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ചായ കുടിക്കാൻ പൈസയില്ലാതിരുന്ന അവസരത്തിലും അതുപോലെ തന്നെ മറ്റ് കൂട്ടുകാരോടൊക്കെ ഒപ്പം വന്ന് ധാരാളം പേർക്ക് ഇവിടുന്ന് ഭക്ഷണം തന്നിട്ടുണ്ട്. പലപ്പോഴും കടം പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. എൻ്റെ ഡിഗ്രി കാലഘട്ടം മുഴുവൻ ഇവിടുന്നാണ് ഭക്ഷണം കഴിച്ചത്. അവസാനം ഞാൻ ഇവിടുന്ന് ഡിഗ്രി കഴിഞ്ഞ് പോകുമ്പോൾ വലിയൊരു തുക ഇവിടെ കൊടുക്കാനുണ്ടായിരുന്നു. പിന്നീട് ഞാൻ MAക്ക് മഹാരാജാസ് കോളേജിൽ ചേർന്ന് എനിക്ക് ആദ്യം കിട്ടിയ സ്കോളർഷിപ്പിൻ്റെ പൈസ കൊണ്ടുവന്നിട്ടാണ് ഇവിടുത്തെ കടം തീർത്തത് എന്ന കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഇവിടെ എത്തുന്ന ഭൂരിഭാഗം പേർക്കും വർഷങ്ങളുടെ അടുപ്പമാണ് ഹോട്ടലുമായി. എന്തായാലും തൊടുപുഴയിലെ വേറിട്ട ഒരു ഹോട്ടലായി കുട്ടപ്പാസ് ജനങ്ങളുടെ സ്നേഹം പിടിച്ചുപറ്റി പ്രവർത്തിക്കുന്നു. ഇടയ്ക്കിടെ ഓർമ്മകൾ അയവിറക്കാൻ VIP-കൾ വരുന്നതും ഇവർക്ക് ഏറെ സന്തോഷം നൽകുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ട്രൈബൽ സെറ്റിൽമെന്റിൽ തരംതിരിവില്ലാതെ ഉപാധിരഹിത പട്ടയം നൽകണമെന്ന് ട്രൈബൽ സെറ്റിൽമെന്റ് പട്ടയ സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വനത്തിലെ കുടിയേറ്റക്കാരല്ല ആദിവാസികളെന്നും ഇവർ പറഞ്ഞു. സമിതി സംസ്ഥാന പ്രസിഡന്റ് ശശികുമാർ കിഴക്കേടം, ജനറൽ കൺവീനർ MI രവീന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആദിവാസികളെ കൂടാതെ വിവിധ മതസ്ഥരും ജാതികളും പതിറ്റാണ്ടുകളായി താമസിച്ചു വരുന്നു. മേലുത്തരവ് പ്രകാരം ഇതര സമുദായങ്ങൾക്ക് ട്രൈബൽ സെറ്റിൽമെന്റുകളിൽ കൈവശ ഭൂമിക്ക് പട്ടയം നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ ഇവരെ കുടിയിറക്കാൻ സാധിക്കില്ല. 1977 വനം കൈയേറിയവരെ ഒഴിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഈ സാഹചര്യം ആണ് ഇപ്പോൾ ട്രൈബൽ കോളനിയിൽ നിൽക്കുന്നത്. ട്രൈബൽ കോളനിയിൽ ഒരു ട്രൈബിൻ്റെ അയലോകക്കാരൻ നോൺ ട്രൈബ് ആയിരിക്കും. അതുതന്നെയല്ല, അവിടെ ക്രൈസ്തവ പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, SNDP കരയോഗമുണ്ട്,
NSS കരയോഗമുണ്ട്. ഇതെല്ലാം ഈ ട്രൈബൽ കോളനികളിൽ ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ അവർക്ക് കൊടുക്കാതെ ട്രൈബ്സിന് മാത്രം കൊടുക്കാനാണ് ഈ ഓർഡർ ഇറങ്ങിയത്. ആ ഓർഡറിൽ പ്രധാന കാര്യം നിയമം ഏതനുസരിച്ചാണ് പട്ടയം കൊടുക്കേണ്ടത്. നമുക്കറിയാം, കേരളത്തിൽ പട്ടയം കൊടുക്കുന്നത് ഒരു 6 തരം പട്ടയങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. ഈ 6 പട്ടയങ്ങളിൽ 6 നിയമപരമായിട്ടുള്ള ഓരോ പട്ടയങ്ങൾക്കും ഓരോ നിയമങ്ങളാണ്, ചട്ടങ്ങളുമുണ്ട്. അപ്പോൾ ഈ പട്ടയങ്ങളിൽ ഈ ട്രൈബൽ മേഖലയിൽ പട്ടയം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇറങ്ങിയിരിക്കുന്നത് 1993 കേരള ഭൂമി പതിവ് വനഭൂമി കുടിയേറ്റ ക്രമീകരണ നിയമം അനുസരിച്ചാണ് ആദിവാസികൾ കൈവശം വെച്ച് വരുന്ന ഭൂമിക്ക് പട്ടയം അനുവദിക്കുന്നത്. മാത്രമല്ല, ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ കൌൺസിൽ ജൂലൈ 27 തൊടുപുഴയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ കൌൺസിൽ ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ പെൻഷൻ ഭവൻ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. അനധികൃത വയറിംഗ് ക്രിമിനൽ കുറ്റത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK സിദ്ദിഖ്, സംസ്ഥാന ഭാരവാഹികളായ NK സൈതലവി, A ചന്ദ്രൻ, P അബ്ദുൾ റഷീദ്, KS രാധാകൃഷ്ണൻ, ജില്ലാ ഭാരവാഹികളായ UN രവീന്ദ്രൻ, സോജൻ ജോസഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതിൻ്റെ സംസ്ഥാന ജനറൽ കൗൺസിൽ ഈ മാസം 27 പെൻഷൻ ഭവൻ ഓഡിറ്റോറിയത്തിൽ ചെയ്തതാണ്. വളരെ അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം ആ കൗൺസിലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഈ ലെറ്ററിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ലക്ഷത്തോളം വരുന്ന ആവശ്യമായ ലൈസൻസുകളും പെർമിറ്റുകളും ഒക്കെയുള്ള സാങ്കേതിക പരിജ്ഞാനമുള്ള തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ട് പോലും ഇത്തരം തൊഴിലാളികളെ തൊഴിൽ രഹിതരാക്കിക്കൊണ്ട് അല്ലെങ്കിൽ യാതൊരു സാങ്കേതിക പരിജ്ഞാനവും ആവശ്യമില്ലാത്ത മറ്റേതെങ്കിലും തൊഴിലിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് വ്യാജ വയർമാൻമാരുടെ അതിപ്രസരം വളരെ കൂടുതലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഈ വ്യാജ വയർമാൻമാരെ കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നും ഈ തൊഴിലിൽ നിന്നും ഈ മേഖലയിൽ നിന്നും മാറ്റി അനധികൃത വയറിംഗ് അവസാനിപ്പിക്കണം. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂളും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡും അനുശാസിക്കുന്ന രീതിയിൽ അംഗീകാരമുള്ള തൊഴിലാളികളെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പറയുന്ന നിവേദനങ്ങൾ പലതവണ ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. വിമല പബ്ലിക് സ്കൂളിൽ പുതിയതായി പണി കഴിപ്പിച്ച ഫ്ലൈ ഓവറിന്റെയും നവീകരിച്ച പാർക്കിന്റെയും ഉദ്ഘാടനം 17-ാം തീയതി തിങ്കളാഴ്ച 11 മണിക്ക് PJ ജോസഫ് MLA നിർവഹിക്കും. വിമല KG സ്കൂളും UP സ്കൂളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മേൽപ്പാലമാണ് ഉദ്ഘാടനത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് റോഡ് മുറിച്ചു കടക്കാതെ സുരക്ഷിതമായി സഞ്ചരിക്കുന്നതിന് വേണ്ടിയാണ് മേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ റോഡിലുണ്ടാകുന്ന ഗതാഗത കുരുക്കിനും മേൽപ്പാലം വരുന്നതോടെ ശാശ്വത പരിഹാരമാകും. സ്കൂളിനെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. ഏറെ വർഷങ്ങളായി ചിന്തിച്ചുകൊണ്ടിരുന്ന ഫ്ലൈ ഓവർ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. LP സ്കൂൾ KG സ്കൂളുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനും കുട്ടികൾ റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ അപകടങ്ങളുണ്ടാകുന്ന അപകടത്തിൽ നിന്നും രക്ഷിക്കാനായി സുരക്ഷിതത്വം കരുതിക്കൊണ്ട് നിർമ്മിച്ച ഒരു കാര്യമാണിത്. ഈ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിൽ ഞങ്ങൾക്ക് അനുമതി നൽകിയത് CMC പാവനാത്മ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് മാനേജ്മെൻറ്റാണ്. സഹായ സഹകരണങ്ങളും ചെയ്തു. ഒത്തിരിയേറെ നന്ദിയുണ്ട്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ജൂലൈ 27-ാം തീയതി 11 മണിക്ക് നമ്മുടെ MLA ശ്രീ PJ ജോസഫ് സാറാണ്. അന്ന് സന്നിഹിത നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ, അതുപോലെ തന്നെ വാർഡ് കൗൺസിലർ ഷാഹുൽ ഹമീദ് എന്നിവരും അന്ന് ഉണ്ട്. ഇതിനോട് അനുബന്ധിച്ച് നടത്തപ്പെട്ട
മറ്റൊരു കാര്യമാണ് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് കളിക്കുന്നതിനായി ഒരു കളിസ്ഥലം ഒരുക്കുക എന്നുള്ളത്. ആ ആവശ്യവും പ്ലേ ഗ്രൗണ്ട് ഇതിനോടൊപ്പം തീർത്തു കഴിഞ്ഞു. കിൻഡർ ഗാർഡൻ കുട്ടികൾക്ക് ഉള്ള പാർക്ക് നവീകരിക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ അതിൻ്റെ നവീകരണം പൂർത്തിയാക്കി കുട്ടികൾ സന്തോഷപൂർവ്വം പാർക്കിൽ കളിക്കുവാനുള്ള സൗകര്യങ്ങളെല്ലാം ഇതിനോടൊപ്പം തീർക്കുവാനായിട്ട് പ്രത്യേകം സാധിച്ചിട്ടുണ്ട്. കട്ടിക്കായം വെള്ളച്ചാട്ടത്തിൽ 2 ചേർത്തല സ്വദേശികൾ മുങ്ങി മരിച്ചു. ചേർത്തല കൊക്കോതമംഗലം സ്വദേശികളായ റോജിൻ ജോബി, ശ്യാം അശോക് എന്നിവരാണ് കയത്തിൽ മുങ്ങി മരിച്ചത്. കട്ടിക്കയം വെള്ളച്ചാട്ടത്തിൽ 2 ചേർത്തല സ്വദേശികൾ മുങ്ങി മരിച്ചു. മൂന്നാമൻ രക്ഷപ്പെട്ടു. രാവിലെ 7:30 സംഭവം. ചേർത്തല കൊക്കോതമംഗലം സ്വദേശികളായ റോജിൻ ജോബി, ശ്യാം അശോക് എന്നിവരാണ് കയത്തിൽ മുങ്ങി മരിച്ചത്. കൂട്ടുകാരനായ ചേർത്തല സ്വദേശി VJ വിൻസെന്റ് രക്ഷപ്പെട്ടു. വെള്ളച്ചാട്ടത്തിലെ കയത്തിൽ സെൽഫി എടുക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായി പറയപ്പെടുന്നത്. ചേർത്തലയിൽ നിന്നും പുലർച്ചെയോടെ ഇല്ലിക്കൽക്കല്ല് സന്ദർശിച്ച ശേഷമായിരുന്നു മൂവരും മേലുകാവ് ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട പഴുക്കാക്കാനം അരുവിയുടെ ഭാഗമായ കട്ടിക്കയത്തിൽ കുളിക്കാൻ ഇറങ്ങിയത്. മൂവരിൽ ഒരാൾ ചുഴലിദീനക്കാരനായിരുന്നു. ചുഴലിദീനക്കാരനും കൂട്ടുകാരനും മുങ്ങിത്താഴ്ന്നോടെ മൂന്നാമനായ വിൻസെന്റ് ഈറ്റക്കമ്പ് കൊടുത്ത് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. അടുത്തെങ്ങും ആൾതാമസമില്ലാത്ത വിജനമായ പ്രദേശമായതിനാൽ രക്ഷാപ്രവർത്തനം ഏറെ വൈകി. തുടർന്ന് രക്ഷപ്പെട്ട മൂന്നാമൻ അകലെയുള്ള പരിസരവാസികളെ വിവരമറിയിച്ചെങ്കിലും ഏറെ വൈകിയാണ് കയത്തിലെ വെള്ളത്തിനടിയിൽ കിടന്ന റോജിനെയും ശ്യാമിനെയും പുറത്തെടുക്കാനായത്. നാട്ടുകാരും മേലുകാവ് പോലീസും മൂലമറ്റത്തു നിന്നും തൊടുപുഴയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെയും മാസ്റ്റർ അൽഫിദ് ഖാദറിന് സെൽമി ആൻസൺ പ്രോഗ്രാമിൽ ലഭിച്ച സമ്മാന തുകയും ഉപയോഗിച്ച് ഇടവെട്ടി തൊണ്ടിക്കുഴ സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച വാഷിംഗ് ഹാൾ തൊടുപുഴ ഡിവൈഎസ്പി NN പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി മലയാളിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ അഷറഫ് സമ്മാനിച്ച വാട്ടർ കൂളറും വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു. വാർഡ് മെമ്പർ TM മുജീബ്, ഹെഡ് മാസ്റ്റർ CC രാജൻ, PT പ്രസിഡന്റ് AK അബു, ഷാജിദ അഷറഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊണ്ടിക്കുഴ ഗവൺമെൻറ് UP സ്കൂള് തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും പ്രമുഖ സ്കൂളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പൊതുസമൂഹവും ഗവൺമെൻറ്റും പഞ്ചായത്തുമൊക്കെ ഊർജിതമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നതിനും കൈ കഴുകുന്നതിനും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുമായി ഇത്രയും മനോഹരമായ രീതിയിൽ ഒരു വാഷിംഗ് ഹാള് നിർമ്മിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. ഇതിന് കാരണമായത് ഈ സ്കൂളിൽ തന്നെ പഠിച്ച വിദ്യാർത്ഥിയായിട്ടുള്ള മാസ്റ്റർ അൽഫിദ് ഖാദർ, അദ്ദേഹത്തിന് സെൽമി ദി ആൻസർ എന്ന പരിപാടിയിൽ ആ കുട്ടി പങ്കെടുക്കുകയും അതിൽ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കുകയും ചെയ്തതിൻ്റെ ഫലമായി കിട്ടിയ സമ്മാനത്തുക ഉപയോഗിച്ചാണ് ഈ ഹാള് മനോഹരമായ രീതിയിൽ ഞങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിച്ചത്. അതിൻ്റെ പൂർത്തീകരണത്തിന് ഇടുക്കി ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കൈയഴിഞ്ഞ സഹായവും കൂടി ലഭിച്ചതുകൊണ്ടാണ് ഇതുപോലെ ടൈല് പാകി നല്ല നിലയിലുള്ള ടാപ്പ് പിടിപ്പിച്ച് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. നഴ്സുമാരുടെ സമരത്തെ പിന്തുണയ്ക്കുമെന്ന് ഇന്ത്യൻ നഴ്സസ് പേരന്റ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി അറിയിച്ചു. ആശുപത്രിയിൽ ഡോക്ടറോടൊപ്പം രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ അതീവ ജാഗ്രതയോടെ പണിയെടുക്കുന്ന നഴ്സുമാർക്ക് ഏറ്റവും കുറഞ്ഞ ശമ്പളമാണ് കേരളത്തിൽ ലഭിക്കുന്നത്. ശമ്പള വർധനവും തൊഴിൽ സുരക്ഷിതത്വവും ആവശ്യപ്പെട്ട് നഴ്സുമാർ നടത്തുന്ന സമരത്തിന് ശക്തമായ പിന്തുണ നൽകുമെന്ന് ജില്ലാ പ്രസിഡന്റ് KJ ജോസഫ്, സെക്രട്ടറി V വിനോദ് കുമാർ തുടങ്ങിയവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. JCI തൊടുപുഴ ടൗണിന്റെ നേതൃത്വത്തിൽ ICAMS അക്കാദമിയുടെ സഹകരണത്തോടെ GST സെമിനാർ നടന്നു. JCI പ്രസിഡന്റ് ജോബിൻ ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സന്തോഷ് കമൽ അധ്യക്ഷത വഹിച്ചു. ICAMS അക്കാദമി പ്രിൻസിപ്പൽ PN വിശ്വനാഥ്, JCI ഭാരവാഹികളായ TR മണിക്കുട്ടൻ, MI സുകുമാരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ICAI കോട്ടയം ബ്രാഞ്ച് ചെയർമാൻ P അനിൽ, ജിജ ജോസ് തുടങ്ങിയവർ ക്ലാസ് എടുത്തു. കമ്പോളങ്ങളിൽ സാധനങ്ങൾക്ക് വില കുറയുകയാണോ കൂടുകയാണോ, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഈ സംശയങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് JCI തൊടുപുഴ ടൗൺ ICAMS അക്കാദമിയായിട്ട് ചേർന്ന് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കിന്ന് ഈ ക്ലാസ് ഇവിടെ എടുക്കാൻ എത്തിയിരിക്കുന്നത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം ഈ ഒരു GST കുറിച്ച് വളരെയധികം സ്റ്റഡി ചെയ്യുകയും
അതിനു വേണ്ടിയിട്ട് മാത്രം കുറച്ച് ദിവസങ്ങൾ മാറ്റിവെക്കുകയും ചെയ്ത അനിൽ സാറാണ്. അദ്ദേഹം നമുക്കിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ എല്ലാ സംശയങ്ങളും അദ്ദേഹം തീർത്തു തരും. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങൾ നിങ്ങൾ അപ്പോൾ തന്നെ ചോദിക്കുക. കാരണം നിങ്ങളുടെ സംശയങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ കൂടെ സംശയമായിരിക്കും. അപ്പൊ ആ സംശയം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോടും കൂടി ഗുണപ്രദമാകും. അപ്പോൾ എല്ലാ സംശയങ്ങളും മാറ്റി ഇവിടുന്ന് പോവുക. ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. മുട്ടം ഗ്രാമപഞ്ചായത്തും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി പകർച്ചവ്യാധി പ്രതിരോധ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ബീന ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ രോഗപ്രതിരോധ ആയുർവേദ മെഡിക്കൽ ക്യാമ്പാണ് നമ്മൾ നടത്തപ്പെടുന്നത്. ഈ മെഡിക്കൽ ക്യാമ്പ് എല്ലാ അംഗങ്ങളും ഇതിനകത്ത് പങ്കെടുക്കണം. നമ്മുടെ പകർച്ചവ്യാധി പോലുള്ള രോഗങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, എലിപ്പനി മുതലായുള്ള രോഗങ്ങൾ പരമാവധി കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ നമ്മുടെ ജനങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പരമാവധി ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഈ മെഡിക്കൽ ക്യാമ്പ് ധന്യമാക്കുവാൻ നിങ്ങളെയും സ്വാഗതം ചെയ്തു. ആയുഷ് മിഷനിലെ ഡോക്ടർ രഹ്ന ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഔസേപ്പച്ചൻ ചാരക്കുന്നത്ത്, മുട്ട മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോസ്ലിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു. തൊടുപുഴ മാർക്കറ്റ് റോഡിൽ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നുണ്ടായ കുഴി അടയ്ക്കുവാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരാഴ്ച മുമ്പാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ടാറിംഗ് ഇളകിപ്പോയത്. മഴ പെയ്യുമ്പോൾ ഈ ഭാഗത്ത് വാഹനങ്ങൾ താഴുന്നത് നിത്യസംഭവമാണ്. പരിസരത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഈ ഭാഗം അറ്റകുറ്റപ്പണി നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഗസറ്റ് ജീവനക്കാരുടെ ജില്ലാ മാർച്ചും ധർണയും തൊടുപുഴയിൽ നടന്നു. വർഗീയതയെ ചെറുക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. സിവിൽ സ്റ്റേഷൻ്റെ അവിടുന്ന് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നടന്ന 68ാമത് ദേശീയ ജൂനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മുട്ടം ശന്താൾ ജ്യോതി പബ്ലിക് സ്കൂളിലെ അശ്വിൻ ബിനു വെള്ളിയും ഒലിവിയ ടി ഷൈബു വെങ്കലവും നേടി. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും ഫിബ രാജ്യാന്തര കമ്മീഷണറും ഫിബ ലെവൽ 2 പരിശീലകനുമായ ഡോക്ടർ പ്രിൻസ് കെ മറ്റമാണ് മുട്ടം ശന്താൾ ജ്യോതി ബാസ്കറ്റ്ബോൾ അക്കാദമിയിൽ ഇരുവരെയും പരിശീലിപ്പിക്കുന്നത്. കാഞ്ഞാർ കുന്നത്ത് പറമ്പിൽ KV ബിനു മെറീന ദമ്പതികളുടെ മകനാണ് അശ്വിൻ. കാഞ്ഞാർ തൈമുറിയിൽ ഷൈബു കെ ജോസഫ് സോണിയ ദമ്പതികളുടെ മകളാണ് ഒലിവിയ.
തൊടുപുഴ പാപ്പുട്ടി ഹാൾ ഉടമ പുളിമൂട്ടിൽ എബ്രാഹിം ജോസഫ് നിര്യാതനായി. സംസ്കാരം ചുങ്കം സെന്റ് മേരീസ് പള്ളിയിൽ നടന്നു. ജീവിതത്തിന്റെ നാനാതുറകളിലുള്ളവർ വസതിയിലും പള്ളിയിലും എത്തി അന്തിമോപചാരം അർപ്പിച്ചു. തേടി ദൈവത്തോടൊത്തുറങ്ങിടാത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാ. കരയുന്നോ നിങ്ങൾ ഇന്ത്യനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ഈ ആരാധന സംഘത്തിന്റെ സ്നേഹവും നന്ദിയും പറയുകയാണ്. സഭാംഗങ്ങളെല്ലാവരും അനുസരിച്ച് വേറെ പ്രാർത്ഥിക്കുമ്പോൾ വിചരണം കൊടുക്കണം എന്ന് ഓർമ്മിക്കുകയാണ്. വിചരണമായ വിശ്വാസ പരിശീലനത്തിലെ പ്രസിഡന്റാണ്. വിശ്വാസ പരിശീലനത്തിലെ വിശ്വാസ പരിശീലനത്തിലെ എല്ലാവരുടെയും പ്രാർത്ഥന കുടുംബാന്റെ സ്നേഹപൂർവ്വം അറിയട്ടെ. ശുശ്രൂഷ പള്ളിക്കുള്ളിൽ വെച്ചാണ്. കരിമണ്ണൂർ കൈരളി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 14 വെള്ളിയാഴ്ച കരിമണ്ണൂരിൽ യോഗ സെമിനാറും പരിശീലന ക്ലാസും ഉദ്ഘാടനവും നടക്കും. വെള്ളിയാഴ്ച വൈകുന്നേരം 4-ന് കരിമണ്ണൂർ മാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോജോ പോൾ ഉദ്ഘാടനം ചെയ്യും. യോഗാചാര്യൻ ജോസ് മട്ടക്കണ്ട് മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് കൈരളി സാംസ്കാരിക വേദി പ്രസിഡന്റ് NR നാരായണൻ, സെക്രട്ടറി PK ശിവദാസൻ എന്നിവർ അറിയിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റേഷൻ കടകളിലെയും റേഷൻ കാർഡ് ഗുണഭോക്താക്കൾക്കായുള്ള അറിയിപ്പ്. ഇനിയും പുതിയ കാർഡ് വാങ്ങാത്തവർക്കായി കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ മുതൽ കാർഡ് വിതരണവും നടത്തുന്നതായും കാർഡ് വാങ്ങുവാൻ വരുന്നവർ പഴയ റേഷൻ കാർഡും 100 രൂപയുമായി വരണമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു. വണ്ടമറ്റം സെന്റ് ജോർജ് പള്ളിയിൽ ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന്റെ 100ാം വാർഷികവും തിരുസ്വരൂപ വണക്കത്തിന്റെയും ഒരുക്കമായി പ്രത്യേക ഒരുക്ക ശുശ്രൂഷ നടന്നു. ശുശ്രൂഷകൾക്ക് ഫാദർ ജോർജ് ചേറ്റു, ബ്രദർ ബേബി ജോൺ കലയന്താനി, വികാരി ഫാദർ ജോസഫ് മക്കോളിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫാത്തിമയിൽ നിന്നും പുറപ്പെട്ട മാതാവിന്റെ തിരുസ്വരൂപം സെപ്റ്റംബർ 14-ന് വണ്ടമറ്റം സെന്റ് ജോർജ് ദേവാലയത്തിൽ എത്തുന്നുണ്ട്. കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം കരിമണ്ണൂർ സബ് സോണിന്റെ ആഭിമുഖ്യത്തിലാണ് ശുശ്രൂഷകൾ നടത്തിയത്. ഞാനല്ല യേശു ക്രിസ്തു എന്നെ ജീവിക്കുന്നു. വിശുദ്ധ ഉപസ്ഥാനത്തിലൂടെ ഒരുങ്ങി വിശുദ്ധീകരിക്കപ്പെട്ട് ആത്മാവിലും മനസ്സിലും ശരീരത്തിലും വിശുദ്ധീകരിക്കപ്പെട്ട് ഈശോയെ നമ്മൾ സ്വീകരിച്ചു. കർത്താവ് നമ്മുടെ ഉള്ളിൽ മനോഹരമായി പ്രവർത്തിക്കുന്ന നിമിഷമാണ് ഇത്. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ കടന്നു വന്ന ഈശോയെ ഒത്തിരി സ്നേഹിക്കാൻ. കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ, എൻ്റെ പൂർണ്ണാത്മാവോടെ, എൻ്റെ പൂർണ്ണ മനസ്സോടെ, എൻ്റെ സർവശക്തിയോടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെയും എൻ്റെ ശുശ്രൂഷ മേഖലകളെയും എൻ്റെ ഉത്തരവാദിത്തങ്ങളെ, കടമകളെ, എൻ്റെ ബലഹീനതകളെ, എൻ്റെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിക്കുന്നു. എൻ്റെ രോഗാവസ്ഥകളെ സമർപ്പിക്കുന്നു. ഈശോയെ ഏറ്റെടുക്കണമേ. എന്നെ പൂർണ്ണമായും നിൻ്റെതാക്കി നീ മാറ്റണമേ. ഞാൻ എന്നും നിൻ്റെതായിരിക്കട്ടെ. അങ്ങെന്നും എൻ്റെതായിരിക്കട്ടെ. മധ്യസ്ഥം നേടിടുവിൻ ശുദ്ധ മിഖായേലിനോടും.
യാത്രക്കാർക്ക് ഭീഷണി തീർത്ത കളക്ടറേറ്റ് പടിക്കൽ വൻമരം. ദുരന്ത നിവാരണ സേനയുടെ ഓഫീസിന് മുന്നിൽ നിൽക്കുന്ന ഉണക്കമരം പോലും വെട്ടിമാറ്റാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത്. ജില്ലാ ഭരണ സ്ഥിരാകേന്ദ്രത്തിന്റെ കവാടത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തോട് ചേർന്നാണ് ഈ ഉണക്കമരം നിൽക്കുന്നത്. ഏത് നിമിഷവും മറിഞ്ഞു വീഴാൻ സാധ്യതയോടെയാണ് മരം നിൽക്കുന്നതെങ്കിലും ഇത് വെട്ടിമാറ്റാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. ജില്ലയിലെ ദുരന്തങ്ങൾ പരിഹരിക്കുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ദുരന്ത നിവാരണ സേനയുടെ ഓഫീസിന് മുന്നിലാണ് മരം നിൽക്കുന്നതെന്നാണ് പ്രത്യേകത. ആയിരക്കണക്കിന് യാത്രക്കാരാണ് പ്രതിദിനം ഇതുവഴി കടന്നുപോകുന്നത്. ഈ മഴക്കാലത്തെ ഈ ഉണക്കമരം അതിജീവിക്കില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത്. ഇടുക്കി കളക്ടറേറ്റിനോട് ചേർന്ന് വളരെ അപകടകരമായ രീതിയിൽ നിരവധി മരങ്ങൾ വളർന്നു നിൽക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ദിനം പ്രതി വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കളക്ടറേറ്റുകളിലേക്ക് എത്തുന്നുണ്ട്. ഇവരൊക്കെ ഇവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും കടന്നു വരുന്നതും ഈ വഴിയിലാണ്. ഈ വെയിറ്റിംഗ് ഷെഡിനോട് ചേർന്ന് വളരെ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന 1-2 മരങ്ങളുണ്ട്. ഈ മരങ്ങൾ ഏത് സമയവും അപകടമുണ്ടാക്കാനും ആളുകൾക്ക് ജീവഹാനി ഉൾപ്പെടെയുള്ളവ സംഭവിക്കാനും സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് വളരെ അടിയന്തരമായി ജില്ലാ ഭരണകൂടം അതിൽ ഇടപെടുകയും ദുരന്ത നിവാരണ സേനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ഭരണകൂടം ഇടപെടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അടിമാലി ഐക്കരക്കുന്നിൽ മണ്ണിടിച്ചിൽ ഭീഷണി. താണിക്കുഴി ഷമീറിന്റെ വീടിന് മുകളിൽ അയൽവാസിയുടെ മുറ്റം ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. മഴയിൽ വെള്ളം ഒലിച്ചിറങ്ങി 3/4 ഏക്കറും മണ്ണിടിഞ്ഞു വീണു. അടിമാലി പഞ്ചായത്തിലെ 8-ാം വാർഡിലെ താണിക്കുഴി ഷമീറിന്റെ വീടിനാണ് മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളത്. അയൽവാസിയുടെ മുറ്റം ഇടിഞ്ഞു വീണാൽ തങ്ങളുടെ ഷീറ്റിട്ട വീട് പൂർണ്ണമായും തകരുമെന്ന ഭീതിയിലാണ് ഷമീറിന്റെ കുടുംബം. വില്ലേജിലും പഞ്ചായത്തിലും നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ഇവർ പറഞ്ഞു. അയൽവാസിയോടും പരാതി പറഞ്ഞിട്ടും ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. വില്ലേജ് ഓഫീസിൽ പരാതി വെച്ചു. മെമ്പർമാരെ കൊണ്ടുവന്നു. മെമ്പർമാർ വന്ന് കണ്ടു കഴിഞ്ഞിട്ട് മെമ്പർ വില്ലേജ് ഓഫീസറെ വിളിച്ചു. വില്ലേജ് ഓഫീസർ അവർ വന്ന് നോക്കിച്ച് പോയിട്ട് പരാതി കൊടുക്കാൻ പറഞ്ഞ് പരാതി കൊടുത്തു. യാതൊരു പ്രയോജനം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. അതും അനക്കിയിട്ടില്ല. വെള്ളിയാഴ്ച കൊടുത്ത പരാതി ഇന്ന് ഞാൻ ചെന്നപ്പോഴാണ് പരാതി എടുക്കുന്നത്. ഇത്ര ഒരു ഭാഗം തടല വെച്ച് കിട്ടിയാൽ ഞങ്ങൾ പുറത്തേക്ക് കല്ല് വരാതെ ഞങ്ങൾ ഒരു ചെറിയ തടലയായിട്ട് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ സഹായം കിട്ടിയായിരുന്നു. അതിന് നീതിക്ക് വേണ്ടി ഞാൻ എല്ലാ വാതിലും ഞാൻ മുട്ടിയത്, ഒരു വാതിലും തുറക്കുന്നില്ല. പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഉൾപ്പെടുന്ന അടിമാലി 3/4 ഏക്കറിലും മണ്ണിടിഞ്ഞു. മൂഞ്ഞേലിൽ ജോണി ജോസഫിന്റെ കൽക്കെട്ടാണ് മഴയിൽ ഇടിഞ്ഞു വീണത്. മണ്ണിടിഞ്ഞ് അയൽപ്പക്കത്തുള്ള ലീല കാഞ്ഞിരംകുന്നേലിന്റെ വീട്ടിലേക്കും പതിച്ചു. വില്ലേജിലും പഞ്ചായത്തിലും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി. മാധ്യമവാർത്ത ഫലം കണ്ടു. 1.5 വർഷമായി തെളിയാതിരുന്ന ഹൈമാക്സ് ലൈറ്റ് അധികൃതരെത്തി പ്രവർത്തനക്ഷമമാക്കി. കാട്ടാന ശല്യമുള്ള മേഖലയിൽ സ്ഥാപിച്ച ഹൈമാക്സ് ലൈറ്റ് കഴിഞ്ഞ 1.5 വർഷമായി പ്രകാശിക്കാത്തതിനെ സംബന്ധിച്ച് BBC ന്യൂസ് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കാട്ടാനശല്യം രൂക്ഷമായ പൂപ്പാറ ആനയിറങ്കൽ റൂട്ടിൽ ഒരാൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ ഫണ്ട് ഉപയോഗിച്ച് 3 ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. എന്നാൽ ഇതിൽ 2 എണ്ണം മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത്. ദേശീയപാതയിൽ കൊടുമ്പളവിൽ സ്ഥാപിച്ചിരുന്ന ഒരെണ്ണം കഴിഞ്ഞ 1.5 വർഷമായി തെളിഞ്ഞിരുന്നില്ല. ലൈറ്റ് തെളിയിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്തെത്തുകയും ചെയ്തു. ഇത് പലതവണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് നടത്തിയ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഹൈമാക്സ് ലൈറ്റുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തനക്ഷമമാക്കി. ഓഫീസിലേക്ക് ഇവിടുന്ന് ബന്ധപ്പെട്ട് വിളിച്ച് പറഞ്ഞായിരുന്നു. അങ്ങനെ ഓഫീസിൽ ഞങ്ങളെ വിട്ടു. അങ്ങനെ നന്നാക്കുകയായിരുന്നു. ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. സംഭവം എല്ലാം ഓക്കെയാണ്. ഇപ്പം ഇവിടെ ഈ നമ്മുടെ താഴ്ന്ന് ആ ചെക്ക് ഡാം, എസ് വളവ്, പിന്നെ ഇവിടെ മൊത്തം 3 എണ്ണം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പലതവണ പരാതി പറഞ്ഞിട്ടും സംസ്ഥാന പാതയിൽ കാഴ്ചമറിച്ച് നിൽക്കുന്ന കാടുകൾ വെട്ടിനീക്കുവാൻ നടപടിയില്ല. അപകടങ്ങളും പതിവായതോടെ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ കാടുകൾ വെട്ടിനീക്കി. രാജകുമാരി പൂപ്പാറ റൂട്ടിൽ കുരുവിള സിറ്റിക്ക് സമീപമാണ് കൊടും വളവിലടക്കം പൊന്തക്കാടുകൾ വളർന്നു നിന്നിരുന്നത്. ഇരുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ തൊട്ടടുത്ത് എത്തിയാൽ മാത്രമാണ് കാണുവാൻ കഴിഞ്ഞിരുന്നത്. ഏറ്റവും കൂടുതൽ തിരക്കേറിയ റോഡിലെ കാടുകൾ വെട്ടിനീക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ അധികൃതർ ഇത് കണ്ട ഭാവം നടിച്ചില്ല. മഴക്കാലം ആരംഭിച്ചതോടെ കാഴ്ച മറച്ചു നിൽക്കുന്ന കാടുകൾ അപകടക്കിണിയായി മാറുകയും അപകടങ്ങൾ നിത്യസംഭവമായി മാറി. വീതി ചപ്പെല്ലാം വന്ന് കിടക്കുന്ന കാരണം വീതി കുറവ്. അപ്പുറമൊന്നും വണ്ടി വന്നാൽ അറിയത്തില്ല. കാരണം ഇവിടെ എന്തോസം എന്ന് പറഞ്ഞ പുള്ളി ഇങ്ങനെ തെളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ തെളിച്ചതാണ്. ഞങ്ങളെല്ലാം ഇതറിഞ്ഞു കേട്ട് വേറെ കുറച്ച് ചേട്ടന്മാരെല്ലാം വന്ന് ഞങ്ങളിത് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ആഴ്ചയിലും ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെട്ട് സ്ത്രീയും കുഞ്ഞുമടങ്ങിയ ബൈക്ക് യാത്രികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.
ഇതോടെയാണ് കാട് വെട്ടി നീക്കുന്നതിന് വേണ്ടി പ്രദേശവാസികൾ രംഗത്തെത്തിയത്. അധികൃതർ കണ്ണു തുറന്നില്ലെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് പൊതുജനങ്ങളും കൈകോർക്കണമെന്ന സന്ദേശമാണ് ഇവിടുത്തെ നാട്ടുകാർ സമൂഹത്തിന് പകർന്നു നൽകിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കഞ്ഞിക്കുഴി സെന്റ് മേരീസ് യു പി സ്കൂളിൽ 2017-2018 വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം പ്രസിദ്ധ സാഹിത്യകാരനും പ്രഭാഷകനുമായ ജോസ് കോനാട്ട് നിർവഹിച്ചു. കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ കഴിവുകളെ വളർത്തിയെടുക്കുകയാണ് വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെബാൻ മേലാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രസിദ്ധ സാഹിത്യകാരനും പ്രഭാഷകനുമായ ജോസ് കോനാട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ദീപിക ദിനപത്രം നമ്മുടെ ഭാഷാ പദ്ധതി DFC ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജെയിംസ് തോമസ് മ്ലാക്കുഴിയിൽ നിർവഹിച്ചു. സ്കൂൾ മാനേജർ സെബാൻ മേലാട്ട് ഇന്ത്യൻ ജീവകാരുണ്യ ചാരിറ്റബിൾ സ്കോളർഷിപ്പിന്റെ വിതരണ ഉദ്ഘാടനവും നിർവഹിച്ചു. മദ്യം, മയക്കുമരുന്നിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ മധു ക്ലാസ് എടുത്തു. യോഗത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ MJ കുര്യൻ, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ മാത്യു തകരപ്പള്ളി, സീനിയർ അസിസ്റ്റന്റ് സിസ്റ്റർ ഷേർലി FCC, PTA പ്രസിഡന്റ് വിൻസെന്റ് കല്ലിടുക്കിൽ, അധ്യാപിക ജൂളി മാത്യു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നാട്ടിലെ കർഷകൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് M. ജോൺ കാലിത്തീറ്റ. M. ജോൺ സ്പെഷ്യലിസ്റ്റ് ഫീഡ്സ് സമീകൃത കാലിത്തീറ്റ. കൂടുതൽ പാലിനും പശുവിന്റെ ആരോഗ്യത്തിനും. M. ജോൺ കാലിത്തീറ്റ. M. ജോൺ സ്പെഷ്യലിസ്റ്റ് ഫീഡ്സ്, ആലക്കോട്. ഫോൺ 9447984824. M. ജോൺ, പശുവിന്റെ ആരോഗ്യത്തിനും കൂടുതൽ പാലിനും. അരയേക്കർ വരുന്ന കൃഷിയിടത്തിൽ പരീക്ഷണശാലയൊരുക്കി ജോസ് എന്ന കർഷകൻ മാതൃകയാകുന്നു. മരിയാപുരം ആയിലികുന്നിൽ ജോസ് ആണ് വിവിധതരം പരീക്ഷണങ്ങൾ കൃഷികളിൽ നടത്തി മാതൃകാ കർഷകനാകുന്നത്. അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ അരയേക്കർ കൃഷിയിടത്തിൽ നിന്നും എന്തൊക്കെ വിളയിക്കാം എന്ന് തെളിയിച്ച കർഷകനാണ് മരിയാപുരം അയിലുകുന്നൽ ജോസ്. 20 വർഷം മുമ്പ് മുന്തിയ ഇനം കൊടികൾ മരിയാപുരത്തെത്തിച്ച് കൃഷി ആരംഭിച്ച ജോസ് ആദ്യ കൃഷി നേരിട്ടത് പരാജയത്തിന്റെ കയ്പുനീർ. നീർവാഴ്ചയുള്ള പ്രദേശത്ത് കൃഷി 3 വർഷം കൊണ്ട് നശിച്ചു. ദ്രുതവാട്ടം, വേരുപുഴു എന്നിവയാണ് കൊടികളെ നശിപ്പിച്ചത്. 3 വർഷത്തെ അധ്വാനം നഷ്ടമായപ്പോഴാണ് ജോസ് പരിഹാരമാർഗം തേടിയത്. ഇതിന്റെ ഫലമായാണ് ഹൈറേഞ്ചിലേക്ക് കീടങ്ങളെ തുരത്താൻ ശേഷിയുള്ള ബ്രസീലിയൻ തിപ്പിലിയൻ കൊടികൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന വിദ്യ ജോസ് കൊണ്ടുവരുന്നത്. കരിമുണ്ട, പന്നിയൂർവൺ ഉൾപ്പെടെ മികച്ച ഉൽപാദനശേഷിയുള്ള കൊടികളാണ് ബ്രസീലിയൻ തിപ്പിലിയുടെ കരുത്തിൽ ഇവിടെ വളരുന്നത്. കുരുമുളക് വളർത്താൻ കൃഷിയിടമില്ലാത്തവർക്കായി ജോസ് കണ്ടുപിടിച്ച മികച്ച ഇനമാണ് ബുഷ് പെപ്പർ. കുതിരവാലി എന്ന അന്യം നിന്നുപോയ കുരുമുളക് ചെടി അരിപാകി കിളിർപ്പിച്ച് വളർത്തുകയാണ് ഇദ്ദേഹത്തിന്റെ പരീക്ഷണശാലയിൽ. ഇവിടെ ഉള്ളതിൽ ഇപ്പോൾ കുതിരവാലി എന്ന് പറയുന്ന ഒരു പുതിയ ഇനമാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പരീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തല കിട്ടാനില്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ അരി വായി കിളിപ്പിച്ച് ഇപ്പോൾ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുക. എങ്ങനെ വരുമെന്ന് അറിയാനായിട്ട് എൻ്റെ തല കൂടുതൽ കിട്ടാനുണ്ട്. അന്യം നിന്ന് പോയതാണ്. അതിനെ ഒരു 10-15 നീളം വരെ അതിൻ്റെ ചരടിന് വരുന്നുണ്ട്. നിറയെ എല്ലാ വർഷവും കായ്ക്കും. നിറയെ മണികൾ തരലില്ലേ കിളിപ്പിക്കാനായിട്ട് തോട്ടവിളകൾ കേന്ദ്രത്തിൽ നിന്നും അവിടുന്ന് അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാനിവിടെ പായ കിളിപ്പിച്ചതായി. അപ്പോൾ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇട്ട് നോക്കുക. ചുണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത തക്കാളിയും വഴുതനങ്ങയുമെല്ലാം മികച്ച ഉൽപ്പാദനമാണ് നൽകുന്നത്. ആനവെണ്ടയും നാടൻ വെണ്ടയും ഗണം ചെയ്ത് പുതിയതായി സൃഷ്ടിച്ച വെണ്ട ഇദ്ദേഹത്തിന്റെ തൊടിയിലുണ്ട്. 4 വെണ്ടയ്ക്ക് 1 കിലോ തൂക്കം വരും എന്ന സവിശേഷതയാണ് ഈ ഇനം വെണ്ടയ്ക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇനി തൊമ്മൻ കുത്തുജോയിയുടെ കവിത കേൾക്കാം. സലോമിയുടെ തക്കാളിത്തോട്ടം. സലോമിയുടെ തക്കാളിത്തോട്ടം കവിതയുടെ പേര്. കാഞ്ചന പാദസരങ്ങളിട്ട് ഞൊറിവിട്ട് തുന്നിയ ചേലയിട്ട്, കാഞ്ചന പാദസരങ്ങളിട്ട് ഞൊറിവിട്ട് തുന്നിയ ചേലയിട്ട്, ചെവികളിൽ ചേലുള്ള കമ്മലും കൈകളിൽ പൊന്നിൻ്റെ വളയിട്ടു മാലയിട്ട്,
നട്ടു നനച്ചു സലോമി വളർത്തുന്ന തക്കാളി തോട്ടത്തിലൊന്നു പോകാം. നട്ടു നനച്ചു സലോമി വളർത്തുന്ന തക്കാളി തോട്ടത്തിലൊന്നു പോകാം. തളിരിട്ട് മുട്ടിട്ട് പൂവിട്ട് കായിട്ട് വളരുന്ന കേദാരമൊന്നു കാണാം. ചാണകപ്പാലും കലക്കി വച്ച് ചക്കരപ്പാനിക്ക് കൂട്ടുചേർത്ത്. ചാണകപ്പാലും കലക്കി വച്ച് ചക്കരപ്പാനിക്ക് കൂട്ടുചേർത്ത്. ചാലിൽ തെളിച്ചിട്ട കുഞ്ഞിത്തടങ്ങളിൽ ചപ്പിട്ടു ചവറിട്ടൊഴിച്ചു വിട്ട്. തേനീച്ച മാത്രം കടന്നു വന്നാൽ ആട്ടാതനങ്ങാതൊളിച്ചു നിൽക്കും. തേനീച്ച മാത്രം കടന്നു വന്നാൽ ആട്ടാതനങ്ങാതൊളിച്ചു നിൽക്കും. കായിച്ചയെത്തിയാലെത്തിപ്പിടിച്ചവൾ ഞെക്കിപ്പിടിച്ചതിൻ കൊമ്പൊടിക്കും. ഇന്നത്തെ ചിന്താവിഷയം പൗലോസ് പാറേക്കരാശന്റെ ചിന്തകൾ ശ്രവിക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. സ്വന്തം യോഗ്യതകളെക്കുറിച്ച് വലിയ മതിപ്പുള്ളവരാണ് നമ്മളൊക്കെ. ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ടോ? അന്ത്യന്യായവിധിയാണ് രംഗം. മനുഷ്യരെ രണ്ടായി പകുത്തു നിർത്തിയിരിക്കുന്നു. ഒരു വശത്ത് ഒരു സന്യാസി മാത്രം, അത് വലതുവശത്ത്. മറുവശത്ത് കുറേയധികം ആളുകൾ. വലതുവശത്തുള്ള സന്യാസിയോട് ദൈവം പറഞ്ഞു, ഭാഗ്യവാനെ, അകത്ത് പ്രവേശിച്ച് ആനന്ദിക്കുക. അപ്പോൾ തന്നെ ഇടതുവശത്തുള്ളവരോട് ദൈവം പറഞ്ഞു, നിങ്ങൾ പാപികളാണ്, കുറ്റവാളികളാണ്, ദോഷികളാണ്, എനിക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു, നിങ്ങളും അകത്തേക്ക് പ്രവേശിക്കുക. പെട്ടെന്ന് സന്യാസി പൊട്ടിത്തെറിച്ചു, ദൈവമേ, ഒരായുസ് മുഴുവൻ വിശുദ്ധിക്ക് വേണ്ടി പോരാടിയ മനുഷ്യനാണ് ഞാൻ. ആ എൻ്റെ കൂട്ടത്തിൽ ഈ നീചന്മാരും ദുഷ്ടന്മാരുമായ ആളുകളെ കൂടി പ്രവേശിപ്പിക്കുക. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്ര ത്യാഗം ചെയ്ത് വിശുദ്ധനായി ജീവിക്കില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തിൻ്റെ മറുപടി, മകനെ, നീ അധ്വാനിച്ചതിനുള്ള പ്രതിഫലം ഞാൻ നിനക്ക് തന്നു. എന്നാൽ ഞാൻ മറ്റുള്ളവരുടെ കരുണ കാട്ടിയതിന് നീ എന്തിനാണ് അസൂയപ്പെടുന്നത്? എന്തിനാണ് നീ സങ്കടപ്പെടുന്നത്? നമ്മുടെയൊക്കെ മനോഭാവം ഇതുപോലെയൊക്കെ തന്നെയല്ലേ? ഇത് കഥയാണ്, യാഥാർത്ഥ്യമല്ല. മറ്റൊരാളും അംഗീകരിക്കപ്പെടുന്നതോ മറ്റൊരാൾക്ക് ക്ഷമ കിട്ടുന്നതോ അവർ മാനിക്കപ്പെടുന്നതോ ഒന്നും സഹിക്കവയ്യാത്ത നീതിമാന്മാരാണ്. പരിശോധിക്കാം, സ്വയം പരിശോധിക്കാം. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം പാറേക്കരയിൽ. ചരമവാർത്തകൾ. കുഴികണ്ണിയിൽ ജോസഫ് നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നാഗപ്പുഴ സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ. ഭാര്യ ത്രേസ്യാക്കുട്ടി, ആവിന കൊട്ടാഞ്ചേരിയിൽ കുടുംബാംഗം. മക്കൾ പോൾ, മോളി, ജോയി, അലക്സ്, ഫ്രാൻസിസ്, സാലി, മാത്യു, ജെസി, മാനുവൽ, പയസ്. മരുമക്കൾ ആഗ്നസ് പന്നാരക്കുന്നേൽ മൈലക്കൊമ്പ്, മാത്യു വിലങ്ങുപാറയിൽ വെൺമണി, ജിജി ഇട്ടിക്കാട്ട് ആനിക്കാട്, പരേതനായ ലാലി കടപ്പൂര് മുരിക്കാശ്ശേരി, മായ നല്ലൈപ്പറമ്പിൽ മണിമല, ജോസ് പഴുക്കാത്തറ പള്ളിക്കാമുറി, ബെറ്റി കച്ചിറ പാറേക്കുടി മീങ്ങുന്നം, ജോസ് നെടുങ്ങാട്ട് വാഴക്കുളം, ജോയിസ് മുംബൈ, മിനി കിഴക്കേക്കര വെട്ടിമറ്റം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2610 രൂപ, വെള്ളി ഗ്രാമിന് 39 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 130 രൂപ, RSS 5 കിലോഗ്രാമിന് 128 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയാള മനോരമ നല്ല പാഠം ഇടുക്കി ജില്ലാതല പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പി.ടി. തോമസ് MLA പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വിമല പബ്ലിക് സ്കൂളിൽ പുതിയതായി പണി കഴിപ്പിച്ച ഫ്ലൈ ഓവറിന്റെയും നവീകരിച്ച പാർക്കിന്റെയും ഉദ്ഘാടനം 17-ാം തീയതി തിങ്കളാഴ്ച 11 മണിക്ക് P.J. ജോസഫ് MLA നിർവഹിക്കും.
കട്ടിക്കായം വെള്ളച്ചാട്ടത്തിൽ 2 ചേർത്തല സ്വദേശികൾ മുങ്ങി മരിച്ചു. ചേർത്തല കൊക്കോതമംഗലം സ്വദേശികളായ റോജിൻ ജോബി, ശ്യാം അശോക് എന്നിവരാണ് കയത്തിൽ മുങ്ങി മരിച്ചത്. വണ്ടമറ്റം സെന്റ് ജോർജ് പള്ളിയിൽ ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന്റെ 100ാം വാർഷികവും തിരുസ്വരൂപ വണക്കത്തിന്റെയും ഒരുക്കമായി പ്രത്യേക ഒരുക്ക ശുശ്രൂഷ നടന്നു. ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെയും മാസ്റ്റർ അൽഫിദ് ഖാദറിന് സെൽമിദി ആൻസർ പ്രോഗ്രാമിൽ ലഭിച്ച സമ്മാന തുകയും ഉപയോഗിച്ച് ഇടവെട്ടി തൊണ്ടിക്കുഴ സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച വാഷിംഗ് ഹാൾ തൊടുപുഴ ഡിവൈഎസ്പി NN പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.